ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. മുനംഗം അജികുമാറിനെയും SIT കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ അറസ്റ്റെന്ന് PS പ്രശാന്ത് ആരോപിച്ചു. 2025 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പം കൊണ്ടുപോയ സംഭവത്തിലാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. രാവിലെ കരകുളത്തെ വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഇടപെടൽ നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2019 ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടപ്പാളിയും കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തതിനെക്കുറിച്ച് പ്രശാന്തിന് അറിവുണ്ടായിരുന്നു. പ്രശാന്ത് മനഃപൂർവ്വം കാര്യങ്ങൾ മറച്ചുവെച്ചെന്നും SIT വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാറിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അന്വേഷണത്തിൽ സർക്കാർ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ല. പ്രശാന്തിന്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അറസ്റ്റ് PS പ്രശാന്ത് ഉറപ്പിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. താൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകുമെന്നാണ് രാവിലെ ഫേസ്ബുക്കിൽ പ്രശാന്ത് കുറിച്ചത്. തന്റെ ഭരണസമിതിയുടെ കാലത്തല്ല സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് നടപടികൾ സ്വീകരിച്ചതെന്നായിരുന്നു പ്രശാന്തിന്റെ വിശദീകരണം. എന്നാൽ ഈ നിലപാട് തള്ളുകയാണ് SIT. 2025 ഇടപാടിൽ കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകും. LDF സർക്കാരിന്റെ കാലത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ടാമത്തെ ഭരണസമിതിയാണ് പ്രതിക്കോട്ടിലേക്ക് എത്തുന്ന പ്രത്യേകതയുമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.